turn our Bible. I prepared a message. I never preached this before. Be patient with me, and it's got some content like real education at the same time, focusing on what is the real reason of each and every Christians following the footsteps of Jesus Christ. What is the real reason of salvation? Praise the Lord. Hallelujah. എന്താണ് രക്ഷയിലേക്ക് ദൈവം നമ്മളെ നയിക്കുന്നത്? ഹല്ലേലൂയ. നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? വാട്ട് ഈസ് ദ റിയൽ ഗോൾ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, ലൈക്ക് ഇറ്റേണിറ്റി? പ്രൈസ് ദി ലോർഡ്. നിത്യജീവനിലേക്ക് പോകുന്ന ഹല്ലേലൂയ ഒരു യാത്രയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. How many of you believe that? Hallelujah. Revelation chapter 22 verse 14, we can see that the tree of life. Can you read Revelation chapter 22 verse 14? At the same time, I'm going to focus on Joshua, the book of Joshua chapter 3 verse 15 also, but you don't need to read that. Let's read Revelation chapter 22, last chapter and verse 14. വായിച്ചാട്ടെ. ജീവന്റെ വൃക്ഷത്തിൽ ഇതിന്റെ 14-ാമത്തെ വാക്യം വായിച്ചേ. 14-ാമത്തെ വാക്യമല്ലേ വായിച്ചത്? Blessed are those who wash their robes, so they may have the right to the tree of life, and that they may enter the city by the great, praise the Lord, gates. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിന്, പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ വേറൊരു വേർഷൻ ഇവിടെ ഞാൻ ആദ്യം ഡിസ്പ്ലേ ചെയ്തായിരുന്നു. ഡു യു ഹാവ് ഇറ്റ് ജോഷുവ? പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ വേറൊരു വേർഷൻ ഇവിടെ ഞാൻ ഡിസ്പ്ലേ ചെയ്തായിരുന്നു ഇതിടാൻ വേണ്ടിയിട്ട്. അത് ഇട്ടിട്ടുണ്ടോ? സ്തോത്രം. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. It's like this: Blessed are those who do His commandments, that they may have the right to the tree of life and may enter through the gates into the city. Praise the Lord. Blessed are those who do His commandments. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വായിച്ചത് ജീവന വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ നിത്യജീവനിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് അവകാശം ലഭിക്കണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, one who obey His commandments. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് മാത്രമേ നിത്യജീവനിലേക്ക് അവകാശം ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊരു പുതിയ കാര്യമൊന്നുമല്ല, എല്ലാ ദൈവമക്കൾക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവർക്ക് മാത്രമേ നിത്യജീവനിലേക്ക് എത്തുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. If you obey the Lord, if you obey God's commandment, if you obey the word of God, and if you are obedient and taking the commandment as personally submit yourself, and then you will be enter into the tree of life, അഥവാ eternity. Praise the Lord. Eternal നിത്യജീവനിലേക്ക് എത്തുവാൻ കഴിയും. Praise the Lord. ഹല്ലേലൂയ. ഇത്രയും ഞാൻ നിർത്തി പറഞ്ഞതിന് കാര്യം എന്തെന്ന് ചോദിച്ചാൽ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ നിത്യജീവൻ പ്രാപിക്കുവാനാണ് ദൈവത്തെ ആരാധിക്കുന്നത്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. Are you agree with me?
Hallelujah. Why you come to Christ? Why you come to church? Why you, hallelujah, holding the Bible and reading the Bible? Why, hallelujah, you are attending to the church congregations? Praise the Lord. Hallelujah. Why you are kneeling down and praying to God? Hallelujah. Why you are submitting yourself in the hand of the Lord? Praise the Lord. Everything is leading into a focus. That focus is eternal life. Praise the Lord. Hallelujah. ഒരു നിത്യജീവൻ എനിക്ക് പ്രാപിക്കണം. Praise the Lord. Hallelujah. രക്ഷയിലേക്ക് കടന്നു വരുന്ന ദൈവജല സ്നാനത്തിലേക്ക് കടന്നു വരുന്ന ദൈവജല, ഹല്ലേലൂയ, ദൈവത്തെ അനുസരിക്കുന്ന ദൈവജല, praise the Lord, എല്ലാവർക്കും വേണ്ടി, hallelujah, God promised that, hallelujah, eternal life. Praise the Lord. ഒരു നിത്യജീവൻ നമുക്ക് പ്രാപിക്കണം. Praise the Lord. എന്നാൽ, hallelujah, ഞാൻ ഇവിടെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു നിത്യജീവനിലേക്ക്, ഒരു ട്രീ ഓഫ് ലൈഫിലേക്ക് നമ്മളെ ദൈവം എത്തിക്കുന്നത്, ഹല്ലേലൂയ, എന്നത് ഞാൻ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുന്നുവെങ്കിൽ സ്തോത്രം. You know the Old Testament. I don't want to take so many scriptures. Hallelujah. You know the Bible. Hallelujah. Pretty much. Hallelujah. എത്ര പ്രാവശ്യമാണ് മോശ, സ്തോത്രം, പാറയെ, ഹല്ലേലൂയ, പാറയോട് കൽപ്പിക്കുവാൻ പറഞ്ഞു, എന്നാൽ പാറയെ അടിച്ചു. സ്തോത്രം. Hallelujah. You know, hallelujah, God spoke to Moses and told him, hallelujah, speak to the rock. Praise the Lord. Hallelujah. Then the water is going to come out. First time he was speaking to the rock. Hallelujah. The next time, hallelujah, he was hitting on the rock. Praise the Lord. രണ്ടാമത് മോശ, hallelujah, പാറയെ അടിക്കുവാൻ ഇടയായി. Praise the Lord. Hallelujah. ദൈവമക്കളെ ഒരു കാര്യം ഓർത്തുകൊള്ളണം. Every instruction from the Lord, hallelujah, if God is telling you to speak over it, to speak over your job, to speak over your children, to speak over your family life, to speak over, hallelujah, whatever is dry, hallelujah, out there, if God is instructing you to, hallelujah, speak it, hallelujah, do accordingly. ദൈവം പറയുന്നത് മാത്രം ചെയ്യുക. അവിടെ പാറയെ പിളർന്ന് ദൈവം വെള്ളം, ഹല്ലേലൂയ, ഒഴുക്കി തരുവാൻ, ദാഹം മാറ്റുവാൻ, ഹല്ലേലൂയ, ക്രമീകരണം ഒരുക്കുവാൻ ദൈവത്തിന് കഴിയും. Praise the Lord. Hallelujah. But here Moses, he was, hallelujah, he was instructed by God, but he decided to strike it. Hallelujah. അങ്ങനെ രണ്ടാമത് പാറയെ അടിച്ചപ്പോൾ എന്താണ്, what is rock represent? Rock represent Jesus Christ. Hallelujah. Hitting on the rock, that means, hallelujah, hallelujah, second time again crucifying Jesus. Hallelujah. അങ്ങനെ, hallelujah, rock represent Jesus. Hallelujah. Hallelujah. ആ കർത്താവിനെ രണ്ടാമത് അടിക്കുവാൻ ഇടയായി. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. Moses is representing the law. Praise the Lord. നിയമത്തെയാണ് മോശ റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, we were studying in the Bible study, hallelujah, first 5 books, Pentateuch. Praise the Lord. 5, hallelujah, ഗ്രന്ഥങ്ങൾ, hallelujah, 5 books, that is Pentateuch. Hallelujah. That അഥവാ തോറ, നിയമ പുസ്തകം എന്ന് അറിയപ്പെടുന്നു. ഹല്ലേലൂയ. ഈ നിയമം എഴുതിയതും അത്, ഹല്ലേലൂയ, പുസ്തകമാക്കിയതും സ്തോത്രം മോശയാണ്. ഹല്ലേലൂയ. ഈ മോശ റെപ്രസെന്റ് ചെയ്യുന്നത് നിയമത്തെയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കണം. ഹല്ലേലൂയ. നിയമപ്രകാരം, സ്തോത്രം, ഹല്ലേലൂയ, വരുന്നതായ ഒരു കൂട്ടം ജനത്തെ, പ്രൈസ് ദി ലോർഡ്, നിത്യജീവനിലേക്ക് എത്തിക്കുവാൻ ന്യായപ്രമാണം പോരാ എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിയമം ഉണ്ടാക്കിയ, ഹല്ലേലൂയ, ഈ മോശ, അല്ലെങ്കിൽ നിയമത്തെ റെപ്രസെന്റ് ചെയ്യുന്ന മോശ, സ്തോത്രം, ഹല്ലേലൂയ, പാറയെ അടിച്ചു എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിനെ രണ്ടാം
രണ്ടാമത് പിന്നെയും ഹല്ലേലൂയ അത് ക്രൂശീകരണത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയും. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ ഈ ന്യായപ്രമാണം നിമിത്തം ഹല്ലേലൂയ രക്ഷയെങ്കിലേക്ക് കടന്നു വരുവാൻ, നിത്യതയെങ്കിലേക്ക് കടന്നു വരുവാൻ കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ന്യായപ്രമാണം കൊണ്ട് ഹല്ലേലൂയ രക്ഷയിലേക്ക് കടന്നു വരുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. If you are rolling by yourself around the churches, if you are carrying a cross all the top of the mountain, hallelujah, if you are doing any kind of rituals, hallelujah, that the law of Moses is giving, or hallelujah, the people are making the laws and rules and regulations, all those things, ഈ ന്യായപ്രമാണം ഒന്നുകൊണ്ടും ഹല്ലേലൂയ രക്ഷയിലേക്കോ നിത്യതയിലേക്കോ കടന്നു വരുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഞാൻ മുൻപോട്ട് പോകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ മോശ രണ്ടാമത് കർത്താവിനെ ഹല്ലേലൂയ ക്രൂശിക്കുന്നതിന് പകരമായി അടിച്ചു എന്ന് നമുക്ക് കാണുവാനും കഴിയും. ഹു ലീഡ്സ് ദ പീപ്പിൾ ഇൻ ടു പ്രോമിസ്ഡ് ലാൻഡ്. ഹല്ലേലൂയ. എന്നാൽ ഈ മോശയ്ക്ക് ഒരിക്കലും സ്തോത്രം ഈ ജനത്തെ ഹല്ലേലൂയ ദ എൻറ്റയർ ഇസ്രായേൽസിനെ സ്തോത്രം ഹല്ലേലൂയ ഈ വാഗ്ദത്ത കനാനിൽ പ്രോമിസ്ഡ് ലാൻഡിൽ എത്തിക്കുവാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? സ്തോത്രം. കേൾക്കാം. എന്തുകൊണ്ടാണ് മോശയ്ക്ക് കനാൻ നാട്ടിൽ പ്രവേശിക്കുവാൻ കഴിയാഞ്ഞത്? Why? Praise the Lord. He deliberately disobey God. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ തിയോളജിക്കലായിട്ട് പറയുമ്പോൾ സ്തോത്രം ഈ ന്യായപ്രമാണം കൊണ്ട് സ്തോത്രം ഹല്ലേലൂയ അത് സ്തോത്രം നിമിത്തമായിട്ട് ഒരിക്കലും ഹല്ലേലൂയ വാഗ്ദത്ത കനാനിൽ അല്ലെങ്കിൽ പ്രോമിസ് ലാൻഡിൽ ഇറ്റേണൽ ലൈഫിൽ ചെല്ലുവാൻ കഴിയത്തില്ല എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Then who led the people to promised land? ഹല്ലേലൂയ. മോശയ്ക്ക് ശേഷം ആരാണ് ഹല്ലേലൂയ വാഗ്ദത്ത ദേശത്തേക്ക് പിന്നെ കൊണ്ടുപോയത്? പ്രൈസ് ദി ലോർഡ്. ജോഷുവ അല്ലേ? ഹല്ലേലൂയ. ജോഷുവയാണ് ഹല്ലേലൂയ ഈ ആളുകളെ promised ലാൻഡിലേക്ക് കൊണ്ടുപോയത്. Who led the people to the promised land? Joshua. Joshua means hallelujah Yeshua. Praise the Lord. അത് ഹല്ലേലൂയ ഹീബ്രുവിൽ നമ്മൾ പഠിക്കുമ്പോൾ യേശുവ അല്ലെങ്കിൽ ഹല്ലേലൂയ ഇംഗ്ലീഷിൽ വരുമ്പോൾ ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. പ്രമാണം ഉണ്ടാക്കിയ മോശയ്ക്ക് ഹല്ലേലൂയ ആ പ്രമാണം കൊണ്ട് വാഗ്ദത്ത ദേശത്ത് ചെല്ലുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. One who made the rules and regulations, all that law, hallelujah, that a person couldn't enter into the promised land. Hallelujah. Then the second one is Joshua. Hallelujah. Or in a way that Yeshua. Hallelujah. That Jesus, he couldn't. Hallelujah. He is the one who led the people into the promised land. Hallelujah. യേശുവാണ് ഹല്ലേലൂയ വാഗ്ദത്ത ദേശത്തേക്ക് ജനത്തെ കൊണ്ടുപോയത്. സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെയാണ് ഹല്ലേലൂയ വാഗ്ദത്ത ദേശത്തേക്ക് ഈ ജനം പോയത്? How people enter into the promised land? Hallelujah. They cross over the river Jordan. Praise the Lord. Hallelujah. ഓർത്തോണം. ഹല്ലേലൂയ. വളരെ ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. എങ്ങനെയാണ് ഈ ആളുകൾ how they enter into the promised land? They cross over the river Jordan. River Jordan represents what? River Jordan represents hallelujah. River Jordan represents the judgment. Praise the Lord. Always remember, hallelujah, hallelujah, one who follow the rules and regulations of the law or Torah, hallelujah, they are striking, hallelujah, Jesus again and again and again. That's what we are seeing around the world. Hallelujah. Every year from January to March, hallelujah, then hallelujah crucifixion is happening and Easter is happening, and again hallelujah they are keep going. Praise the Lord. The rules and regulations, the rituals
miracles is keep happening. Hallelujah. എല്ലാ വർഷവും ഇതിങ്ങനെ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. Every year, praise the Lord. എന്നാൽ എല്ലാ വർഷവും ഇങ്ങനെ ഹല്ലേലൂയ നടക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഈ മോശ സ്വർഗീയ കനാനിൽ എത്തിച്ചേർന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഈ മോശ സ്വർഗീയ നാട്ടിൽ എത്തിച്ചേർന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. ഓർത്തോണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ മോശ ഒരിക്കലും സ്വർഗീയ കനാനിൽ എത്തിച്ചേരാഞ്ഞപ്പോൾ ഹല്ലേലൂയ ആരാണ് വന്നത്? യോശുവ. ഹല്ലേലൂയ. അല്ലെങ്കിൽ ജീസസ്. ഈ ജീസസ് സ്വർഗീയ കനാനിലേക്ക് എത്തിക്കുവാൻ ഹല്ലേലൂയ നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. അവിടെ ഒരു റിവർ ജോർഡൻ ഉണ്ട്, അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് ഉണ്ട്. ഹല്ലേലൂയ. പാപത്തിന്റെ ഹല്ലേലൂയ ശമ്പളം മരണമെന്നുള്ള ആ ജഡ്ജ്മെന്റ് ക്രോസ് ചെയ്യാതെ നിത്യജീവങ്കിൽ എത്തുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ ശ്രദ്ധിച്ചോണം. സ്തോത്രം. ഹല്ലേലൂയ. ഈ റിവർ ജോർഡൻ ഹല്ലേലൂയ ക്രോസ് ചെയ്യാതെ ഹല്ലേലൂയ പ്രോമിസ് ലാൻഡിൽ ആർക്കും എത്തുവാൻ കഴിയത്തില്ല. അതർവൈസ് യു ആൻഡ് ഐ വി നീഡ് ടു ഹല്ലേലൂയ come across the judgment throne. Praise the Lord. ആ judgment throne കൂടെ അല്ലാതെ ആർക്കും eternal ലൈഫിൽ എത്തുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ വാട്ട് പ്രോമിസ് ലാൻഡ് റെപ്രസെന്റ്. ഹല്ലേലൂയ. എന്താണ് ഈ പ്രോമിസ് ലാൻഡ് എങ്കിൽ കനാൻ റെപ്രസെന്റ് ചെയ്യുന്നത്? ഹല്ലേലൂയ സാൽവേഷൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇഫ് യു ആർ ഹല്ലേലൂയ let me make it little more understanding. Praise the Lord. Hallelujah. If you are following any kind of rules or regulations or the Torah or the law of Moses, hallelujah, that Moses, hallelujah, is not entering into the promised land. Hallelujah, നിയമം അവിടെ അവസാനിച്ചു. Praise the Lord. എന്നാൽ നിയമം hallelujah ന്യായപ്രമാണം അവസാനിച്ച സ്ഥാനത്ത് ആരാണ് വന്നത്? കർത്താവായ യേശു ക്രിസ്തു. യോശുവ. ഹല്ലേലൂയ. യേശുവ. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തുവോടെ വന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവോടെ വന്നപ്പോൾ യേശു ക്രിസ്തുവിലൂടെ ഹല്ലേലൂയ രക്ഷ പ്രാപിക്കുവാൻ വീണ്ടെടുക്കപ്പെട്ട ജനം ഹല്ലേലൂയ രക്ഷയിലേക്ക് ഹല്ലേലൂയ കടന്നു വരണമെങ്കിൽ, ഹല്ലേലൂയ സ്നാനത്തിലേക്ക് കടന്നു വരണമെങ്കിൽ, നിത്യജീവനിലേക്ക് കടന്നു വരണമെങ്കിൽ ഹല്ലേലൂയ റിവർ ജോർഡൻ എന്ന ജഡ്ജ്മെന്റിലൂടെ വേണം കടന്നു പോകാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ റിവർ ജോർഡനിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നിത്യരക്ഷയിലേക്ക്, നിത്യജീവനിലേക്ക്, ഹല്ലേലൂയ നിത്യതയിലേക്ക് എത്തിച്ചേരുവാൻ, വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ അടുത്ത ഭാഗമാണ് നമ്മളെ വളരെ ചിന്തിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പ്രോമിസ് ലാൻഡിൽ എത്തുന്ന ഹല്ലേലൂയ എത്തിപ്പിക്കുന്ന ഒരു ക്രോസിംഗ് എന്താണ്? റിവർ ജോർഡൻ. ഹല്ലേലൂയ. എന്നാൽ ഈ റിവർ ജോർഡനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ റിവർ ജോർഡൻ എവിടെയാണ് ചെന്ന് അവസാനിക്കുന്നത്? വേർ ദ റിവർ ജോർഡൻ ഈസ് എൻഡിങ്. ഹല്ലേലൂയ. ദ റിവർ ജോർഡൻ is ending at hallelujah Dead Sea. Praise the Lord. Hallelujah. Hallelujah. ചാവ് കടലിലാണ് ഈ റിവർ ജോർഡൻ ചെന്ന് അവസാനിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ അവിടെ ഒരു വളരെ സുപ്രധാനമായ ഒരു കാര്യം നമുക്ക് പഠിക്കുവാനുണ്ട്. ഹല്ലേലൂയ. ഈ യോശുവ ഹല്ലേലൂയ ജനത്തെ ഈ ജോർഡൻ റിവറിൽ അപ്പുറത്ത് കടത്തുന്നതായ സ്ഥലത്ത് ഹല്ലേലൂയ ഒരു കാര്യം, ഒരു അത്ഭുതം സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. വാട്ട് ഹാപ്പൻഡ്? ഹല്ലേലൂയ റിവർ ജോർഡന്റെ ഹല്ലേലൂയ ഒഴുക്ക് നിൽക്കുവാൻ ഇടയായി. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് ഓർത്തോണം. സ്തോത്രം. ഹല്ലേലൂയ. യോർദാൻ ഹല്ലേലൂയ കടൽ, യോർദാൻ റിവർ അത് സ്തോത്രം ഹല്ലേലൂയ രണ്ടായിട്ട് വിഭാഗിച്ച് ജനം അക്കരെ കടന്ന് പ്രോമിസ് ലാൻഡിൽ എത്തിയപ്പോൾ ഒരു കാര്യം ഓർത്തോണം. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ സ്തോത്രം ഹല്ലേലൂയ യോർദാൻ നദി അവിടെ നിൽക്കുവാൻ ഇടയായി. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ ഒഴുക്ക് നിൽക്കുവാനിടയായി.
ഇടയായി. ഹല്ലേലൂയ. അതിന് ഒഴുക്ക് നിന്ന സ്ഥലം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചോണം. ഹല്ലേലൂയ. ഐ ക്യാൻ ഗിവ് യു എ ഹോംവർക്ക്. ഹല്ലേലൂയ. യോശുവ ചാപ്റ്റർ 3 വേഴ്സ് 15 നമ്മൾ വായിക്കുമ്പോൾ ആ റിവർ ജോർഡന്റെ ഒഴുക്ക് നിന്ന ഒരു സ്ഥലത്തിനൊരു പേരുണ്ട്. ആ സ്ഥലമാണ് ആരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനിതൊന്നും ഉണ്ടാക്കി പറയല്ല. ഹല്ലേലൂയ. ആ റിവർ ജോർഡൻ ഒഴുക്ക് നിന്ന സ്ഥലമാണ് ആരം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അവിടെ ഒരു പ്രത്യേകമായ വാക്ക് അവിടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സരത്തേൻ. ഹല്ലേലൂയ. സരത്തേൻ, എ നിയർ പ്ലേസ് ഓൾ സരത്തേൻ, ZARETHAN. സരത്തേൻ എന്ന സ്ഥലത്ത്, ആരം എന്ന സ്ഥലത്ത് എന്ന് അവിടെ ജോർദാൻ നദി നിൽക്കുകയാണ്. സ്തോത്രം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിത്യജീവനിലേക്ക് എത്തുവാൻ ഹല്ലേലൂയ ആദമിൽ വന്ന് അവിടെ നിൽക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആദം മുതലുള്ള സകല മനുഷ്യവർഗത്തെയും ഹല്ലേലൂയ ഏതെല്ലാം നിയമങ്ങളിലൂടെ രക്ഷിക്കുവാൻ ശ്രമിച്ചോ ആ നിയമങ്ങളെല്ലാം ഹല്ലേലൂയ പാറയെ രണ്ടാമത് അടിച്ചു എന്നത് നിലയിൽ ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തുവിനെ പിന്നെയും പിന്നെയും ക്രൂശിക്കുന്ന ഒരു നിയമം നടക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. വീണ്ടെടുക്ക പ്രാപിക്കുന്ന ജനത്തെ ഹല്ലേലൂയ ജഡ്ജ്മെന്റിലൂടെ അല്ലെങ്കിൽ റിവർ ജോർഡനിലൂടെ അക്കരെ കിടത്തുവാൻ ഹല്ലേലൂയ ഒരു യോശുവ, ഒരു കർത്താവായ യേശുക്രിസ്തു, ഒരു ജീസസ് ക്രൈസ്റ്റ് ഹല്ലേലൂയ നമുക്ക് വേണ്ടി വന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ റിവർ ജോർഡൻ ഹല്ലേലൂയ ചെന്ന് അല്ലെങ്കിൽ ഈ ജഡ്ജ്മെന്റ് ചെന്ന് നിൽക്കുന്നത് എവിടാണ്? ഹല്ലേലൂയ കർത്താവായ ഹല്ലേലൂയ യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾ ഓർത്തുകൊള്ളണം. ഈ ജഡ്ജ്മെന്റ് എന്ന് നിൽക്കുന്നത് ഹല്ലേലൂയ ആദ്യത്തെ മനുഷ്യനാകുന്ന ആദമിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നാം മനുഷ്യനാകുന്ന ആദം തൊട്ട് ഇന്ന് വരെയുള്ള സകല മനുഷ്യവർഗത്തിന്റെയും ജഡ്ജ്മെന്റ് ഹല്ലേലൂയ നിർത്തിയിട്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു വാഗ്ദത്ത ദേശത്തേക്ക് നമ്മളെ കരം പിടിച്ച് കൊണ്ടുപോകുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. If you have that portion, if you are ready, Joshua chapter 3 verse 15, can you please read it for me? Praise the Lord. ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. മതി. സ്തോത്രം. ഇസ്രായേൽ ജനം മുഴുവൻ കടക്കുവോളം അവിടെ നിന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം സ്തോത്രം ഈ സ്ഥലത്ത് തന്നെയാണ് സ്തോത്രം വാട്ട് ഈസ് ദ ലൊക്കേഷൻ people cross over the river Jordan. That exact location Jesus Christ took water baptism. Praise the Lord. ഒന്ന് ചിന്തിച്ചു നോക്കി. Praise the Lord. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാം. ന്യായപ്രമാണം നിമിത്തം ഹല്ലേലൂയ ഹല്ലേലൂയ മോശയുടെ ന്യായപ്രമാണം നിമിത്തം ഒരു വ്യക്തി പോലും രക്ഷയിലേക്കോ അല്ലെങ്കിൽ നിത്യജീവനിലേക്കോ കടക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ രണ്ടാമത് അടിക്കുക എന്ന ഹല്ലേലൂയ നിലയിലാണ്, അല്ലെങ്കിൽ യേശുവിനെ രണ്ടാമത് ക്രൂശിക്കുക എന്നുള്ള നിലയിലാണ് ഹല്ലേലൂയ എവറി ടൈം ഹല്ലേലൂയ സ്ട്രൈക്കിംഗ് the rock. Praise the Lord. രണ്ടാമത് അടിച്ചു എന്നുള്ളത് കർത്താവായ യേശുവിനെ പിന്നെയും ക്രൂശിക്കുന്നതിന് സമാനമാണ്. സ്തോത്രം. ഹല്ലേലൂയ. മൂന്നാമത് law don't take anyone to the promised land. ഹല്ലേലൂയ. ന്യായപ്രമാണം ആരെയും രക്ഷയിലേക്കോ ഹല്ലേലൂയ നിത്യജീവനിലേക്കോ
കൊണ്ടുപോകുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ യോശുവ, ഹല്ലേലൂയ, ജീസസ് ക്രൈസ്റ്റ്, he is taking everyone, hallelujah, to the promised land through the salvation and against the judgment. Hallelujah, hallelujah. നമുക്കെതിരായി വിധിക്കുന്ന നമ്മുടെ നോട്ടം, നമ്മുടെ ചിന്ത, നമ്മുടെ ഇടപാട്, നമ്മുടെ പോക്ക്, നമ്മുടെ വരവ്, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന അകൃത്യങ്ങള്, മ്ലേച്ഛതകള്, whatever the sinful things happened in our life, hallelujah, God Almighty and Jesus Christ, He is the one, hallelujah, blocking the judgment by His blood. Hallelujah. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മളെ ജഡ്ജ്മെന്റിൽ നിന്ന് ഒഴിവാക്കി, ഹല്ലേലൂയ, നിത്യജീവനിലേക്ക് കൊണ്ടുപോകുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Praise the Lord. Hallelujah, hallelujah. Crossing the river means Jordan or judgment. Hallelujah. Into the sea. Hallelujah. ഈ ജോർഡൻ നദി ചെന്ന് അവസാനിക്കുന്നത് ഡെഡ് സീയിലാണെങ്കിലും, ഹല്ലേലൂയ, ആ എന്നേക്കുമായ ഡെഡ് സീയിലേക്ക് അല്ലെങ്കിൽ എന്നേക്കുമായ നിത്യ നരകത്തിലേക്ക്, ഹല്ലേലൂയ, നമ്മൾ ചെന്ന് വീഴാതിരിക്കുവാൻ, ഹല്ലേലൂയ, ആദം വരെയുള്ള സകല മനുഷ്യവർഗത്തിനു വേണ്ടി, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജഡ്ജ്മെന്റ്, ഹല്ലേലൂയ, അത് യേശുവിന്റെ രക്തത്തിലൂടെയുള്ള, ഹല്ലേലൂയ, വീണ്ടെടുപ്പ്, നീക്കുപോക്ക് മനുഷ്യവർഗത്തിന് തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവസാനത്തെ കാര്യം കൂടെ, ഹല്ലേലൂയ, the location of crossing, hallelujah, Jordan river, the entire people of Israelites, hallelujah, they were crossing the river Jordan, hallelujah. Then ഇപ്പോൾ പ്രിയ സിസ്റ്റർ വായിച്ചതുപോലെ they were enjoying the dry land, they were crossing over, hallelujah. അത്, ഹല്ലേലൂയ, ആ സ്ഥലം, ആ exact location, praise the Lord, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ, ഹല്ലേലൂയ, സ്നാപക യോഹന്നാന്റെ അടുത്ത്, ഹല്ലേലൂയ, കടന്നു വന്നിട്ട് ഇപ്പോൾ ഇത് സമ്മതിക്കുക, ഹല്ലേലൂയ, ഇത് നിവർത്തീകരിക്കട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിച്ചു കൊടുത്ത്, ഹല്ലേലൂയ, സ്നാനം ചെയ്ത അതേ സ്ഥലത്തുകൂടെ തന്നെയാണ്, ഹല്ലേലൂയ, 28 ലക്ഷത്തിൽ പരം ആളുകൾ, ഹല്ലേലൂയ, രക്ഷയിലേക്ക് കടന്നു വരുവാൻ, ഹല്ലേലൂയ, പ്രോമിസ് ലാൻഡിലേക്ക് കടന്നു വരുവാൻ കൊണ്ടുവന്ന നിയമം, കൊണ്ടുവന്ന മോശ കൊണ്ടുവന്ന, ഹല്ലേലൂയ, പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ജനത്തിന്, ഹല്ലേലൂയ, ആ നിത്യത്തിലേക്ക് കടന്നു വരുവാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തു അതേ സ്ഥലത്ത് തന്നെ, ഹല്ലേലൂയ, തന്നെ സമർപ്പിച്ച്, തന്നെ മുഴുവനായി ഏൽപ്പിച്ച്, ഹല്ലേലൂയ, അവിടെ തന്റെ പഴയ, ഹല്ലേലൂയ, പഴയ നിയമത്തെ അവിടെ അവസാനിപ്പിച്ച്, ഹല്ലേലൂയ, ന്യായപ്രമാണത്തെ അവിടെ അവസാനിപ്പിച്ച്, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവത്തിന്റെ, ഹല്ലേലൂയ, അത്ഭുതത്തിന്റെ കരം കാണത്തക്കവണ്ണം പ്രാപരൂപത്തില്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, ഇറങ്ങി വന്ന അതേ സ്ഥലം, ഹല്ലേലൂയ, അവിടെ നമ്മൾ നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിച്ചതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ന്യായപ്രമാണം നിന്നപ്പോൾ, മോശ നിന്നപ്പോൾ, ഹല്ലേലൂയ, ജോഷുവ, ഹല്ലേലൂയ, ആ യോർദാൻ നദി രണ്ടായിട്ട് വിഭാഗിച്ച് അക്കരെ, ഹല്ലേലൂയ, കടന്നപ്പോൾ, വാഗ്ദത്ത ദേശം പ്രാപിച്ചപ്പോൾ, ഇതെല്ലാം, ഹല്ലേലൂയ, നടന്ന സമയത്ത് തന്നെ ഒരു കാര്യം ഓർത്തുകൊള്ളണം, അതേ സ്ഥലത്ത് തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്ന്, ഹല്ലേലൂയ, താന് വെള്ളത്തിലേക്ക് ഇറങ്ങി സ്നാനപ്പെട്ടു. ഹല്ലേലൂയ, ആ കർത്താവിന്റെ കാൽച്ചുവടുകൾ പിൻപറ്റുന്ന, ഈ one who follow the footstep of Jesus Christ, hallelujah, anyone is coming to the salvation, anyone coming into the water baptism, hallelujah, anyone is receiving the Holy Spirit, hallelujah, they are the one is going to receive the free of life, hallelujah, hallelujah, ജീവന്റെ, hallelujah, വൃക്ഷത്തിന്റെ, hallelujah, ആ അനുഭവത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ഈ കർത്താവിലൂടെ, ഹല്ലേലൂയ, ഈ വെള്ളത്തിലൂടെ, സ്തോത്രം, ഹല്ലേലൂയ, ഈ പരിശുദ്ധാത്മാവിലൂടെ, ഹല്ലേലൂയ, കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നിത്യജീവൻ അവകാശമാക്കുവാൻ
കഴിയത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. I think you understand what I was talking about. Hallelujah. But let me, hallelujah, point out couple more things about, hallelujah, the tree of life. Hallelujah. What is tree of life? Praise the Lord. Hallelujah. ഒരു കാര്യം ഓർത്തു കൊള്ളണം. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യവർഗത്തെ സ്തോത്രം സൃഷ്ടിച്ചിട്ട് when God created human being, praise the Lord, hallelujah, God doesn't have to put one tree in the middle of that hallelujah, garden of Eden. Praise the Lord. He doesn't have to give any kind of instructions because hallelujah, God loved the creation. Praise the Lord. Hallelujah. മനുഷ്യവർഗത്തെ സൃഷ്ടിച്ച hallelujah വ്യക്തികളെ അല്ലെങ്കിൽ ആദമിനെയും ഹവ്വയെയും വളരെ സ്നേഹിച്ച് എന്നേക്കുമായി നിത്യതയിൽ നിന്ന് നിത്യതയിലേക്ക് വന്ന് വച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കൾ എപ്പോഴും ഓർത്തു കൊള്ളണം. സ്തോത്രം. ഹല്ലേലൂയ. ഒരു സ്തോത്രം, ഒരു മിനിറ്റ്. പ്രൈസ് ദൈവമക്കൾ. ഹല്ലേലൂയ. Always remember, God can change the rules. God can change exceptions. God can change, hallelujah, things around. God can, hallelujah, give you the grace. God can provide, hallelujah, the rules and regulations and instructions. At the same time, God can do the exceptions. Praise the Lord. എന്നാൽ എപ്പോഴും ഓർത്തുകൊള്ളണം, hallelujah, അനുസരണമുള്ള ഒരു, hallelujah, വ്യക്തിക്ക് മാത്രമേ നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. Praise the Lord. Hallelujah. If you wanted to reach out to the tree of life, if you wanted to reach out the river Jordan, if you wanted to reach out the promised land, hallelujah, if you wanted to reach out the Holy Spirit, praise the Lord, if you wanted to reach out the word of God, if you wanted to reach out the preaching and the teaching of the gospel, praise the Lord, if you wanted to reach out, hallelujah, a child of God position, hallelujah, hallelujah, a salvation, praise the Lord. Always remember the bottom line is, hallelujah, our God Almighty wanted to see, hallelujah, you are created free will, praise the Lord. At the same time, He wanted to see, are you an obedient, are you, hallelujah, an obedient, അനുസരണമുള്ള ഒരു വ്യക്തിയാണോ, hallelujah, എന്ന് ദൈവത്തിന് അറിയണമായിരുന്നു. Praise the Lord. Hallelujah. Let me conclude here. Praise the Lord. Remember, praise God. Hallelujah. സമയം മുന്നോട്ട് പോയല്ലോ. Remember, God rescued how many people? God rescued 2,800,000 people. Hallelujah. 28 ലക്ഷത്തിൽ പരം ആളുകളെയാണ്, hallelujah, 400 പരം വർഷങ്ങൾ അടിമനുഖത്തിൽ കിടന്ന് നട്ടന്തിരിഞ്ഞ ഒരു കൂട്ടം ജനത്തെ, ഹല്ലേലൂയ, അവരുടെ കണ്ണുനീര് കണ്ട് അവരുടെ നിലവിളി കേട്ട്, ഹല്ലേലൂയ, സ്വർഗം അവരെ വിടുവിച്ചു കൊണ്ടുവന്നു. Praise the Lord. Remember, hallelujah, God, hallelujah, was rescuing 2,800,000 people, but hallelujah, how many people enter into the promised land? Hallelujah. രണ്ട് വ്യക്തികൾ, Joshua and Caleb. Hallelujah. Why all those rest of the people, hallelujah, they all fallen down at the wilderness? Why? Praise the Lord. എന്താണ് കാരണം? Hallelujah. Hallelujah. Nothing but disobedience. Praise the Lord. Hallelujah. Hallelujah. Disobedience. Praise the Lord. Hallelujah. അനുസരണമില്ലാതെ, praise the Lord, പാറയെ അടിക്കാൻ പറഞ്ഞപ്പോൾ, hallelujah, പാറയെ കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ പാറയെ അടിച്ചു. Hallelujah. വെള്ളം കൊടുത്തപ്പോൾ, hallelujah, കാടയിറച്ചി വേണമെന്ന് പറഞ്ഞു. Hallelujah. മന്ന കൊടുത്തപ്പോൾ അത് പെറുക്കി വെക്കുവാൻ കഴിയാതെ, hallelujah, ലേസിയായിട്ട് അവനവന്റെ കൂടാരങ്ങളിൽ ഇരുന്നു. Praise the Lord. Hallelujah. Hallelujah. മുൻപോട്ട് യാത്ര ചെയ്യുവാൻ മേഘസ്തംഭം കൊടുത്തു, അഗ്നിസ്തംഭം കൊടുത്തു. Hallelujah. ഇട്ടിരുന്ന ചെരുപ്പ് തേഞ്ഞു പോയില്ല. Hallelujah. There is nothing happened. Hallelujah. All 40 years God Almighty was protecting them. But remember how they fallen down. Hallelujah. Hallelujah. ദൈവം മന്ന കൊടുക്കാഞ്ഞിട്ടാണോ, ദൈവം ഇറച്ചി കൊടുക്കാഞ്ഞിട്ടാണോ, ദൈവം മേഘസ്തംഭം
മേഘസ്തംഭം കൊടുക്കാഞ്ഞിട്ടാണോ? ദൈവം അഗ്നിസ്തംഭം കൊടുക്കാഞ്ഞിട്ടാണോ? ദൈവം മോശയെ കൊടുക്കാഞ്ഞിട്ടാണോ? ദൈവം പ്രമാണം കൊടുക്കാഞ്ഞിട്ടാണോ? Praise the Lord. Hallelujah. Everything God instructed and God provided. Every time when they cry, God was providing. God was providing. Hallelujah. Every time whatever the need. Hallelujah. വെള്ളമില്ല എന്ന് പറഞ്ഞ ഉടനെ വെള്ളം. Praise the Lord. Hallelujah. ആഹാരമില്ല എന്ന് പറഞ്ഞ ഉടനെ ആഹാരം. Praise the Lord. Hallelujah. Air condition എന്ന് പറഞ്ഞ ഉടനെ മേഘസ്തംഭം. Praise the Lord. Hallelujah. Oh, we cannot see, we need a light എന്ന് പറഞ്ഞ ഉടനെ അഗ്നിസ്തംഭം. Praise the Lord. Oh, hallelujah. We are facing the Red Sea and ഉടനെ hallelujah രണ്ടായിട്ട് അത് വിഭാഗിച്ചു. Praise the Lord. Hallelujah. എന്തൊക്കെ അവർ ആവശ്യങ്ങൾ പറഞ്ഞോ അതെല്ലാം ദൈവം ചെയ്തു കൊടുത്തു. Hallelujah. But why they never enter into the promised land? Hallelujah. Because hallelujah, when they were going through the journey, praise the Lord, hallelujah, ഈ റിവർ ജോർഡനിൽ വരുന്നതിന് മുമ്പ് hallelujah ഈ ന്യായപ്രമാണത്തിൽ കൂടെ പോയപ്പോൾ hallelujah hallelujah ഓരോ സമാഗമന കൂടാരത്തിലും hallelujah കുറ്റികൾ അടിച്ചപ്പോൾ ഓരോ പ്രാവശ്യം സാക്രിഫൈസ് ചെയ്തപ്പോഴും ഓരോ പ്രാവശ്യം hallelujah ദൈവത്തോട് അടുത്ത് വന്നപ്പോഴും praise the Lord ഓരോ വർഷങ്ങൾ കഴിയുന്തോറും hallelujah 40 years after years hallelujah what they did, they were hallelujah departing from God, departing from the prayer, departing from the tabernacle, departing from God's sound, departing from the prophets, departing from hallelujah whatever the instructions God was giving. Hallelujah. They were keep on departing away from God's presence. Hallelujah. All of a sudden they were turning around and looking at the neighbors. Hallelujah. Oh, hallelujah. They have kings. Hallelujah. They have queens. Hallelujah. They have hallelujah very better altars. Hallelujah. They have hallelujah things can hallelujah so hallelujah attractive. Hallelujah. Oh, they are rejoicing and they are dancing and they are praising and they are doing things. Hallelujah. They have all kind of things, instruments. Hallelujah. Oh, hallelujah. More than anything, they have kings. Hallelujah. അവർക്ക് രാജാവുണ്ട്, അവർക്ക് ലീഡേഴ്സ് ഉണ്ട്, അവർക്ക് ഹല്ലേലൂയ വലിയ വലിയ സംഭവങ്ങളുണ്ട്. ഹല്ലേലൂയ അവർക്ക് വലിയ ഹല്ലേലൂയ കാര്യങ്ങൾ കാണുവാനും കേൾക്കുവാനുമുണ്ട്. ഹല്ലേലൂയ. Oh, hallelujah. Let me move into that community. Praise the Lord. Hallelujah. ദൈവമക്കൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. Hallelujah. When God called you, hallelujah, and instructed you, and God is designated and made a destiny for you to reach into the promised land. Hallelujah. Hallelujah. വാഗ്ദത്തം പ്രാപിച്ചെടുക്കുന്നതിന് പകരം ഈ ലോകം വെച്ച് നീട്ടുന്നതായ ഏതെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും അതിന്റെ പുറകെ പോയാൽ ഒരിക്കലും നിത്യജീവനിലേക്ക് അല്ലെങ്കിൽ വാഗ്ദത്ത ദേശത്തേക്ക് എത്തിച്ചെല്ലുവാൻ കഴിയുകയില്ല. സ്തോത്രം. Praise the Lord. Hallelujah. In this world we can sing, we can dance, we can praise God, we can preach, we can teach, we can hallelujah do anything, and we can be so active in the church, and we can hallelujah do anything hallelujah to show to others. But if your heart is departed away from God, സ്തോത്രം. Like I said, മോശയുടെ നിയമം കൊണ്ടോ ന്യായപ്രമാണം കൊണ്ടോ ഒരു വ്യക്തിക്കും നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ തൻ്റെ ചോരയാലുള്ള വീണ്ടെടുപ്പിലൂടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയാതെ പോയാൽ എന്ത് പ്രയോജനം? കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാം. Let's close our eyes and focus our mind on Jesus Christ.
take a minute. Let's ask ourselves, what is the real meaning of salvation in my life? Am I going into a journey that I reach into the eternal life? Or am I deviated, distracted, change the course, change the lane, change the direction into something else? സ്തോത്രം. ഇന്ന് ഞാൻ മരിച്ചാൽ ഞാൻ നിത്യതയിൽ എത്തുമോ? If I die today, am I able to reach into heaven? എൻ്റെ ചിന്ത, എൻ്റെ പഠിത്തം, എൻ്റെ അറിവ്, എൻ്റെ നോളജ്, എൻ്റെ മൈൻഡ് സെറ്റ് ആ ഒരു ഡിറക്ഷനിലാണോ? അതോ ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയോ? 28 ലക്ഷത്തിൽ പരം ആളുകൾ മരുഭൂമിയിൽ പട്ടുപോയി. ന്യായപ്രമാണം അവസാനിച്ചു. വീണ്ടെടുപ്പ് പ്രാപിക്കുവാൻ, വാഗ്ദത്തദേശം പ്രാപിക്കുവാൻ 2 പേർ മാത്രം. എന്നാൽ പിതാവായ ദൈവം തൻ്റെ പുത്രനാകുന്ന അരുമകുമാരനാകുന്ന കർത്താവിനെ ഈ ഭൂമിയിൽ അയച്ചു. ആ പട്ടുപോയ ജനം കടന്നുപോയ അതേ സ്ഥലത്ത് തന്നെ കടന്നു വന്ന് റിവർ ജോർഡനിൽ ഇറങ്ങി സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന് നിറവുള്ളവനായി 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് 38 പരം അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് ഈ ഭൂമിയിൽ നെടുകയും കുറുകയും സഞ്ചരിച്ച് പാപത്തിൻ്റെ പരിഹാരമായി കാൽവരി കുലമരത്തിൽ യാഗമായി നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പ്, രക്ഷ, നിത്യജീവൻ അത് നമ്മൾ നഷ്ടമാക്കി കളയുമോ? ആർ യു going to lose it? Praise God. Dear Heavenly Father, we praise you for the sacrifice you have done on the cross of Calvary. Many times we changed the course, many times we got distracted, many times we changed the lane, many times we change the destiny. Many times we reach into different communities. Many times we reach into different theologies. Many times we reach into different hallelujah, cultures. Lord, we are asking forgiveness. We want to come back to you, Lord. Only through Jesus Christ, only through the blood of Jesus, only through the word of God, only through your presence, we can enter into the tree of life. We know that, oh Lord. We're coming back to you. We are holding on to your promises. Cleanse us and wash us and purify us and forgive us and mold us and build us. And we want it to be useful for your kingdom and glory. In Jesus' name we pray. Amen.